ടൈപ്സ് ഓഫ് ബ്ലോക്ക് ചെയിൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ടൈപ്സ് ഓഫ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ പല ടൈപ്പുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ മെയിനായിട്ട് നമ്മൾ അറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ, എന്താണ് പബ്ലിക് ബ്ലോക്ക് ചെയിൻ, അതേപോലെ ഇതിനകത്ത് എഴുതിയിട്ടില്ല പെർമിഷൻഡ് ആൻഡ് പെർമിഷൻലെസ്, അങ്ങനെ 2 കൺസെപ്റ്റ് കൂടെ ഉണ്ട്. പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ബ്ലോക്ക് ചെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല, ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അപ്പം ഈ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ചില പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഉപയോഗിക്കും. അതായത് അവിടെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസേഷൻ ഇല്ല, ഒരു സെൻട്രലൈസേഷൻ അവിടെ വരുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഈ പബ്ലിക് ബ്ലോക്ക് ചെയിൻസ് എന്ന് പറയുന്നത്. അത് ആരും ഓൺ ചെയ്യുന്നില്ല, അത് പബ്ലിക്കിന് ഓപ്പൺ ആണ്. ആർക്ക് വേണമെങ്കിലും ആ പർട്ടിക്കുലർ ബ്ലോക്ക് ചെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബിറ്റ് കോയിൻ, എത്തറിയം ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. അതിനകത്ത് ഇന്ന ഒരാളുടെ കൺട്രോൾ ഇല്ല. പക്ഷേ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ചില ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള 2 ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇനി പെർമിഷൻലെസ് ആൻഡ് പെർമിഷൻഡ് എന്ന് പറയും. അതായത് നമുക്കൊരു ബ്ലോക്ക് ചെയിനിൽ കയറണമെങ്കിൽ പെർമിഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് പെർമിഷൻഡ് അല്ലെങ്കിൽ പെർമിഷൻലെസ്. ഓക്കെ, അങ്ങനെ 2 കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കൺസെൻസസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ കൺസെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു മൈനർ അല്ലെങ്കിൽ വാലിഡേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൈനർ എങ്ങനെയാണ് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്ത് അതിന് റിവാർഡ് കിട്ടുകയാണെങ്കിൽ ഹി ക്യാൻ ബി കോൾഡ് ആസ് എ മൈനർ. അതേപോലെ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിലോട്ട് പുതിയൊരു ട്രാൻസാക്ഷൻ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ വാലിഡേറ്റ് ചെയ്ത് ആരാണോ ആഡ് ചെയ്യുന്നത് അത് വാലിഡേറ്റർ. സോ ഇവർ എല്ലാവരുടെയും ആ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിലുള്ള എല്ലാവരുടെയും കൺസെൻറ്റ് വാങ്ങിക്കണം. സോ ഈ മൈനറും വാലിഡേറ്ററും എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ ഈ കൺസെൻറ്റ് വാങ്ങുന്നത്, ഇതെല്ലാം അതിന് പല മെക്കാനിസംസ് ഉണ്ട്. അതിൽ കുറച്ച് മെക്കാനിസംസാണ് പറയുന്നത്. ഓരോ ആപ്ലിക്കേഷനും ഓരോ മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ കുറച്ച് റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. എഗ്രിമെൻറ്റ്, ഇൻറ്റഗ്രിറ്റി, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി നമ്മൾ നോക്കേണ്ടത്. എഗ്രിമെൻറ്റ്, ഇൻറ്റഗ്രിറ്റി, വാലിഡിറ്റി, ഫോൾട്ട് ടോളറൻറ്റ്, ടെർമിനേഷൻ. സോ അത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇപ്പോൾ ഒരു 5 നോഡ് ഉണ്ടെങ്കിൽ 5 നോഡും എന്തായിരിക്കണം, ഒരേ വാല്യൂ, മജോറിറ്റി 5 നോഡ് എന്നുള്ള മജോറിറ്റി, അതായത് അതിനകത്ത് ഒരു 5 പേരുണ്ടെങ്കിൽ 3 പേരും എന്തായിരിക്കണം, ഒരേ കാര്യത്തിൽ എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ട്രാൻസാക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനി അതാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൺസെൻറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ കൺസെൻറ്റ് ഓക്കെ പറഞ്ഞു, പിന്നെ എനിക്കത് മാറ്റാൻ പറ്റത്തില്ല. ഒന്നിൽ കൂടുതൽ ഡിസിഷൻസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ദ വാല്യൂ അഗ്രീഡ് അപ്പോൺ ബൈ ഓൾ ഹോണസ്റ്റ് നോട്ട്സ് മസ്റ്റ് ബി ദി സെയിം. ഓണസ്റ്റ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയാൻ കാരണം, ഒരു 5 നോഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു നോഡ് എന്തെങ്കിലും ഫോൾട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിരിക്കും. ബാക്കിയുള്ളവരെ നമുക്ക് ഓണസ്റ്റ് നോട്ട്സ് എന്ന് പറയാം. അന്നേരം ദ വാല്യൂ അഗ്രീഡ് അപ്പോൺ ബൈ ഓൾ ഓണസ്റ്റ് നോട്ട്സ് മസ്റ്റ് ബി ദി സെയിം ആസ് ദ ഇനിഷ്യൽ വാല്യൂ പ്രൊപ്പോസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 1 ഓണസ്റ്റ് നോട്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു, ഒരു ബ്ലോക്കിന് പ്രോബബ്ലി ഒരു വാലിഡേറ്റർ ഒരാളുണ്ടാവും, ഒരു വാലിഡേറ്റർ. അയാളായിരിക്കും ബാക്കിയുള്ളവരോട് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്, കൺസെൻറ്റ് ചോദിക്കുന്നത്. അപ്പം മോസ്റ്റ്ലി ഈ വാലിഡേറ്റർ പറയുന്ന ഒരു വാല്യൂവിനോട് അഗ്രി ചെയ്യുന്നത് അയാളൊരു ഓണസ്റ്റ് നോഡായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ പറയുന്നത് ഈ വാലിഡേറ്റർ, ഈ ചോദിക്കുന്ന ആൾ. അപ്പോൾ അയാളുമായിട്ട് എഗ്രി ചെയ്യുന്ന രീതിയിലായിരിക്കണം ബാക്കിയുള്ളവരുടെ മറുപടി. സോ അതാണ് വാലിഡിറ്റി. ഇനി ഫോൾട്ട് ടോളറൻറ്റ്, ഈവൻ ദോ 5 പേരുണ്ടെങ്കിൽ ഒരാൾ ഫേക്ക് ആണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, ബാക്കി ഫോൾട്ട് ടോളറൻ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. ഇനി അവസാനം ഈ എല്ലാ ഓണസ്റ്റ് നോട്ട്സിനും ഒരേ അഭിപ്രായം വന്നാൽ മാത്രമേ നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് ഇതിനെ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് അത് മേടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പല ടൈപ്പ് ഓഫ് മെക്കാനിസംസ് ഉണ്ട്. ഒന്നാണ് പ്രൂഫ് ബേസ്ഡ് കൺസെൻറ്റ് മെക്കാനിസം, മറ്റൊന്ന് ട്രഡീഷണൽ ഫോൾട്ട് ടോളറൻസ് മെക്കാനിസം.
പ്രൂഫ് ബേസ്ഡ് ഞാൻ പറയാം. പ്രൂഫ് ബേസ്ഡ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് വർക്ക്, അത് പറയാൻ മനസ്സിലാവും. സിമിലർലി അതായത് നമ്മളൊരു കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം കൊടുത്തിട്ട് സോൾവ് ചെയ്യുന്നു, അന്നേരം നമുക്കൊരു റിവാർഡ് കിട്ടുന്നു, ഒരു പുതിയ ബ്ലോക്കിനെ ആഡ് ചെയ്യാനുള്ള ഒരു അധികാരം കിട്ടുന്നു. അതാണ് പ്രൂഫ് ബേസ്ഡ്. ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നത് പോലെ ഉള്ള ഒരു കൺസെൻറ്റ് ആണ് പ്രൂഫ് ബേസ്ഡ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത് അങ്ങനല്ല. ഒരു നെറ്റ്വർക്കിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരോടും അനുവാദം ചോദിച്ചിട്ട്, കോമ്പറ്റീഷൻ അല്ല, 100 പേരുടെ ഡിസിഷൻ ചോദിച്ചിട്ട് അതിൽ നിന്ന് മജോറിറ്റി ചൂസ് ചെയ്യുന്നതിനെയാണ് ട്രഡീഷണൽ ഫോൾട്ട് ടോളറൻസ് ബേസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ പല ടൈപ്സ് ഓഫ്, ഇതൊക്കെ തേർഡ് മൊഡ്യൂളിലോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. നമ്മളുടെ മെയിൻ പോർഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസെൻസ് മെക്കാനിസം ആണ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസെൻറ്റ് മെക്കാനിസത്തിലോട്ട് പോകുന്നു. ഫസ്റ്റ് പ്രൂഫ് ഓഫ് വർക്ക്. ഇപ്പം മെയിനായിട്ട് 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞ ഏതൊക്കെയാണ്, നമ്മൾ പ്രൂഫ് ബേസ്ഡും ട്രഡീഷണൽ ഫോൾട്ട് ടോളറൻസും. ഇതിനകത്ത് പ്രൂഫ് ബേസ്ഡിനകത്ത് വരുന്നതാണ് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. സോ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു, ആ ട്രാൻസാക്ഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നു. സോ ഇതാ നെറ്റ്വർക്കിലുള്ള ആരാണോ ഫസ്റ്റ് സോൾവ് ചെയ്യുന്നത്, ഹീ വിൽ ഗെറ്റ് ദ മീൻസ് റിവാർഡ്, ആൻഡ് അയാൾക്ക് ആ റിവാർഡ് കിട്ടുകയും അതേപോലെ അയാൾക്ക് പുതിയ ബ്ലോക്കിനെ വാലിഡേറ്റ് ചെയ്യാനുള്ളൊരു അധികാരം കിട്ടുകയും ചെയ്യുകയാണ്. സോ ഇതാണ് പ്രൂഫ് ഓഫ് വർക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ബിറ്റ് കോയിൻ, ലൈറ്റ് കോയിൻ അങ്ങനെയുള്ളിടത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക്. പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ആ നെറ്റ്വർക്കിൽ ഇപ്പം നമ്മൾ അതായത് പറയുന്ന പോലെ നമുക്ക് ഇപ്പം 100 ഏക്കറിൽ നമുക്ക് മജോറിറ്റി 60 ഏക്കർ നമ്മളുടെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കായിരിക്കുമല്ലോ ഡിസിഷൻ എടുക്കാൻ അവിടെ, ഇപ്പോൾ എന്തെങ്കിലും ആ ഒരു കാര്യത്തിൽ, ആ ഒരു പെർട്ടിക്കുലർ ലാൻഡിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനുള്ള അധികാരം. സിമിലർലി ഈ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ആ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ആർക്കാണോ ഉള്ളത് അവർക്ക് വാലിഡേറ്റർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആർക്കാണോ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുള്ളത് അവരെന്താകുന്നു, അവർക്ക് ഈ വാലിഡേഷൻ, അതായത് പെർട്ടിക്കുലർ ട്രാൻസാക്ഷനെ വാലിഡേറ്റ് ചെയ്യാനും, ഇനി വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. എങ്ങനെ അവർ വാലിഡേറ്റ് ചെയ്യണം, മറ്റുള്ളവരുടെ അടുത്തു നിന്ന് എങ്ങനെ കൺസെൻറ്റ് അവർ ചോദിക്കും, അതൊക്കെ തേർഡ് മൊഡ്യൂളിൽ പഠിക്കും. സോ അതിനുള്ള അധികാരം ആ പർട്ടിക്കുലർ ആൾക്ക് കിട്ടുകയാണ്. ഇതാണ് എത്തറിയത്തിലൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെലിഗേറ്റഡ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക്. ഇനി പ്രൂഫ് ഓഫ് സ്റ്റേക്കിനെ തന്നെ ഒരു ഇച്ചിരിയുടെ അഡ്വാൻസ്ഡ് വേർഷനാണ് ഡെലിഗേറ്റഡ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക്. അപ്പോൾ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, 100 ഏക്കർ ഉണ്ടെങ്കിൽ 60 ഏക്കർ നമ്മളുടെ ആണെങ്കിൽ നമുക്ക്, അതായത് സ്റ്റേക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അധികാരം കിട്ടുന്നു. സോ ഇവിടെ ഡെലിഗേറ്റഡ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതായത് നമ്മൾ ഇവിടെ ഒരു ഇലക്ഷൻ പോലെ നടക്കും. അതായത് ഒരു 10 പേരുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു ഇലക്ഷൻ നടത്തും. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മുടെ ഡെലിഗേറ്റിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ അതായത് വോട്ടിംഗ് നടത്തിയാണ് കണ്ടെത്തുന്നത്. അപ്പം ഈ ഇലക്ഷൻ നടത്തിയിട്ട് നമുക്ക് നമ്മുടെ ഡെലിഗേറ്റ്സിനെ അതിനകത്തുനിന്ന് കണ്ടെത്തും. അതായത് ഇതുപോലെ തന്നെ ഇവിടെ ഈ പ്രൂഫ് ഓഫ് സ്റ്റേക്കിൻ്റെ ഒരു യൂസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൂഫ് ഓഫ് സ്റ്റേക്ക് കൂടുതലുള്ള ആളുടെ വോട്ടിൻ്റെ കൗണ്ട്, ഇപ്പം ഞാൻ സ്റ്റേക്ക് കുറഞ്ഞൊരാളാണ്, വേറൊരാൾ ബി സ്റ്റേക്ക് കൂടിയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വോട്ടിനേക്കാളും ഇത്ര എമൗണ്ട് കൂടുതലായിരിക്കും സ്റ്റേക്ക് കൂടുതലുള്ള ആളിൻ്റെ വോട്ടിൻ്റെ പവർ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഈ വോട്ട് ചെയ്തിട്ട് എമംഗ് എല്ലാ നോട്ട്സിൽ നിന്നും നമ്മൾ ഡെലിഗേറ്റ്സിനെ ചൂസ് ചെയ്യും. അവരായിരിക്കും എന്താണ് വാലിഡേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഡെലിഗേറ്റഡ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക്. പ്രൂഫ് ഓഫ് സ്റ്റേക്കിനകത്തുനിന്നും ഒരു ഡെലിഗേറ്റിനെ ചൂസ് ചെയ്യുന്നു. ഇനി അടുത്തത് പ്രൂഫ് ഓഫ് ഇലാപ്സ്ഡ് ടൈം. പ്രൂഫ് ഓഫ് ഇലാപ്സ്ഡ് ടൈം എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്, ഒരു ഏരിയ ഇതിലാണ് നടക്കുന്നത്. ഇൻറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു എക്സിക്യൂഷൻ എൻവയോൺമെൻറ്റ് ആണ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ നോട്ട്സിനും ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ABC, എയുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ്സ് ആണ്, ബിയുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്സ് ആണ്, സിയുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ്സ് ആണ്. സോ ഈ വെയിറ്റിംഗ് ടൈം ഏറ്റവും കുറഞ്ഞ ആൾക്കായിരിക്കും ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷനെ വാലിഡേറ്റർ ആവാനുള്ള, അതിനെ വാലിഡേറ്റ് ചെയ്ത് ചെയ്യാനുള്ള അധികാരം കിട്ടുന്നത് ആർക്കാണ്? ഈ ഒരു സിക്കായിരിക്കും. 3 സെക്കൻഡ്സ് ഉള്ള സിക്കായിരിക്കും. സോ ഇതാണ് ഇലാപ്സ്ഡ് ടൈം എന്ന് പറയുന്നത്. വെയിറ്റിംഗ് ടൈം അനുസരിച്ചിട്ടാണ്. ഇവിടെ പ്രൂഫ് ഓഫ് ഇലാപ്സ്ഡ് ടൈമിൽ നമുക്ക് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഇത് റാൻഡമായിട്ടാണ്. ഇപ്പോൾ എക്ക് ഇപ്പോൾ 10 സെക്കൻഡ് കിട്ടി, കുറച്ച് കഴിയുമ്പോൾ എക്ക് 2 സെക്കൻഡ് കിട്ടും, ബിക്ക് ഇപ്പം 5 സെക്കൻഡ്സ് കിട്ടി.
കുറച്ച് കഴിയുമ്പോൾ ബിക്ക് 1 സെക്കൻഡ് കിട്ടും. റാൻഡമായിട്ടാണ് ഈ വെയിറ്റിംഗ് ടൈം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പ്രൂഫ് ഓഫ് വർക്കിലും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലും ഒക്കെ ഉള്ള പ്രശ്നം എന്താണ്? പ്രൂഫ് ഓഫ് വർക്കിലും മാത്തമാറ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൂഫ് ഓഫ് സ്റ്റേക്കിൽ നമ്മൾ ഒരുപാട് നമുക്ക് അതിൻ്റെ സ്റ്റേക്ക് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. ഇനി അതേ കാര്യം തന്നെ ഡെലിഗേറ്റഡിനകത്ത് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ റാൻഡമായിട്ട് വെയിറ്റിംഗ് ടൈം ജനറേറ്റ് ചെയ്യുന്നു. ആർക്കാണോ ഏറ്റവും കുറച്ച് വെയിറ്റിംഗ് ടൈം കിട്ടുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വാലിഡേറ്റർ ആവാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രൂഫ് ഓഫ് ഇലാപ്സ് ടൈം എന്ന് പറയുന്ന മെക്കാനിസം യൂസ് ചെയ്യുന്നത് പെർമിഷൻ ബ്ലോക്ക് ചെയിനിലാണ്. നമുക്ക് എല്ലാവർക്കും ആ ബ്ലോക്ക് ചെയിനിൽ കയറാൻ പറ്റില്ല. പെർമിഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ബ്ലോക്ക് ചെയിനിൽ കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നൗ അടുത്തതാണ് പ്രൂഫ് ഓഫ് ഡിപ്പോസിറ്റ്. ഓക്കെ, പ്രൂഫ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോട്ട്സ് ദാറ്റ് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നെറ്റ്വർക്ക് ഹാവ് ടു മേക്ക് എ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ബിഫോർ ദേ ക്യാൻ മൈൻ ആൻഡ് പ്രപ്പോസ് ബ്ലോക്സ്. അതായത് നമുക്ക് ഇവിടെ വാലിഡേറ്റർ അല്ലെങ്കിൽ മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വളരെ നേരത്തെ തന്നെ കൊടുക്കണം. സോ അങ്ങനെയുള്ള ഒരു കൺസെൻറ്റ് മെക്കാനിസമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രം വാലിഡേറ്റർ ആവാൻ പറ്റുന്നതിനെയാണ് പ്രൂഫ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൂഫ് ഓഫ് ഇമ്പോർട്ടൻസ്. പ്രൂഫ് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അതായത് ഫോർ എക്സാമ്പിൾ ഒരു നെറ്റ്വർക്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാൾക്ക് വാലിഡേറ്റർ ആവാനുള്ള അവസരം കൊടുക്കുക. അത് ഇവിടെ എങ്ങനെ ഇമ്പോർട്ടൻസ് തീരുമാനിക്കുന്നത്? ഇറ്റ് മോണിറ്റേഴ്സ് ദ യൂസേജ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ടോക്കൺസ് ബൈ ദ യൂസർ ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ലെവൽ ഓഫ് ട്രസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ്. അതായത് കൂടുതൽ ട്രാൻസാക്ഷൻസ് നടത്തുകയും യൂസേജ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ടോക്കൺസ് ഒക്കെ നടത്തുകയും ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻസ് ഫാക്ടർ കൂടും. സോ അവർക്ക് വാലിഡേറ്റർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ ഫെഡറേറ്റർ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. നെക്സ്റ്റ് റെപ്യൂട്ടേഷൻ ബേസ്ഡ് മെക്കാനിസം. ഓക്കെ, ഇവിടെ എ ലീഡർ ഈസ് സെലക്റ്റഡ് ബൈ ദ റെപ്യൂട്ടേഷൻ ഇറ്റ് ഹാസ് ബിൽഡ് ഓവർ ടൈം ഓൺ ദ നെറ്റ്വർക്ക്. ഇതൊക്കെ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരാളുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ ഇയാൾ ട്രസ്റ്റ് വർത്തിയാണ്, ഇയാൾ ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ റെപ്യൂട്ടേഷനുള്ള ആളാണ് എന്ന് അനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസെൻറ്റ് കൊടുക്കുക, മീൻസ് വാലിഡേറ്റർ ആവാനുള്ള ചാൻസ് കൂടുന്നത്. ഇത് ഇയാൾക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് മറ്റ് മെമ്പേഴ്സിൻ്റെ വോട്ടിംഗ് അനുസരിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതും PBFT FBA ഒരുമിച്ച് പറയാം. നൗ പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി. പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് സ്റ്റേക്കിൻ്റെയും പ്രൂഫ് ഓഫ് വർക്കിൻ്റെയും ഒരു മിക്സാണ് പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൂഫ് ഓഫ് ഫസ്റ്റ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നു. ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. അപ്പം ഈ മൈനേഴ്സും വാലിഡേറ്റേഴ്സും അവിടെ ഇരിപ്പുണ്ട്. മൈനേഴ്സ് എന്ത് ചെയ്യും? ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഒരു പുതിയ ബ്ലോക്ക് മൈൻ ചെയ്തെടുക്കുന്നു, പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം എടുക്കുന്നു. സോ ഇവിടെ വരെ മൈൻ ചെയ്ത് ഒരാൾ റിവാർഡ് വാങ്ങുന്നു. ഇവിടെ വരെ നമ്മൾ വർക്ക് ചെയ്യുന്നത് പ്രൂഫ് ഓഫ് വർക്കിലാണ്. ഇനി ഇത് മൈൻ ചെയ്ത് മൈൻ ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ആൾക്ക് റിവാർഡ് കിട്ടുന്നു. ഒരു മൈൻ ചെയ്തൊരു വാല്യൂ, ഒരു ഹാഷ് വാല്യൂ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഹാഷ് വാല്യൂ നമ്മൾ പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ അയാൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ബ്ലോക്ക് ഹെഡർ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യം ബ്ലോക്കിൻ്റെ ഹെഡ് കൊടുക്കുന്നു. അതിനുശേഷം ഇയാളുടെ ഹാഷ് വാല്യൂ ബ്ലോക്ക് ഹെഡിൽ ഇയാൾ ആ കണ്ടെത്തി ഹാഷ് വാല്യൂ കീപ്പ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഹാഷ് വാല്യൂയും ഹെഡറും ഒക്കെ ആ ഒരു പുതിയ ബ്ലോക്കിൽ കീപ്പ് ചെയ്യുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് പ്രൂഫ് ഓഫ് ആക്ടിവിറ്റിയിൽ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് മൈനറിന് അധികാരമില്ല. അതായത് മൈനറിന് പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് മൈൻ ചെയ്ത് ടോക്കൺ വാങ്ങിച്ച് പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് അയാൾ കണ്ടെത്തി ഹാഷ് വാല്യൂ അതിനകത്ത് വെക്കാം. പക്ഷേ ഇതിനെ വാലിഡേറ്റ് ചെയ്യുന്നത് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ഉപയോഗിച്ചിട്ടാണ്. ആർക്കാണോ സ്റ്റേക്ക് ഏറ്റവും കൂടുതലുള്ളത് അയാളായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനെ വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. മൈനർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യില്ല. അയാൾ വാലിഡേറ്റ് ചെയ്തതിന് ശേഷം ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യുന്നു. ഇതാണ് പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി. നെക്സ്റ്റ് പ്രൂഫ് ഓഫ് കപ്പാസിറ്റി. ഓക്കെ, ഇവിടെ യൂസസ് ഹാർഡ് സ്പേസ് ആസ് എ റിസോഴ്സ് ടു മൈൻ ദ ബ്ലോക്സ്. നമ്മൾ ഇതിന് ഹാർഡ് ഡ്രൈവ് മൈനിങ് എന്നും പറയും. പ്രൂഫ് ഓഫ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രൂഫ് ഓഫ് വർക്ക് പറഞ്ഞപ്പോൾ എന്തായിരുന്നു, നമ്മൾ ചില മെഷീൻസ്, അതായത് നമ്മളതൊരു മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ്, നമ്മൾ മെഷീൻസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈൻ ചെയ്യുന്നു. ഓക്കെ, നമ്മളത് മൈൻ ചെയ്തിട്ട് മൈൻ ചെയ്യുന്നത് എങ്ങനെ? മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അന്നേരം നമ്മളുടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലാണ് പ്രൂഫ് ഓഫ് വർക്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ പ്രൂഫ് ഓഫ് കപ്പാസിറ്റിയിൽ ഹാർഡ് സ്പേസ് എത്രയുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും ഇവിടെ മൈനിങ് നടക്കുന്നത്. ഇതാണ് പ്രൂഫ് ഓഫ് കപ്പാസിറ്റി.
ഇനി പ്രൂഫ് ഓഫ് സ്റ്റോറേജ് എന്ന് പറയുന്നത്, പ്രൂഫ് ഓഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോസ് ഫോർ ദ ഔട്ട്സോഴ്സിംഗ് ഓഫ് സ്റ്റോറേജ് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് എ പെർട്ടിക്കുലർ പീസ് ഓഫ് ഡേറ്റ ഇസ് പ്രോബ്ലി സ്റ്റോർഡ് ബൈ എ നോഡ് വിച്ച് സെർവ്സ് ആസ് എ മീൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കൺസെൻസ് മെക്കാനിസം. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് കപ്പാസിറ്റി, അതേ പറഞ്ഞല്ലോ, സ്റ്റോറേജ് കപ്പാസിറ്റി ഉപയോഗിച്ച് നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും. സോ ഇത് പുറത്തുനിന്ന് കുറച്ച് ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് മീൻസ് ഔട്ട്സോഴ്സ് ചെയ്യാൻ സമ്മതിക്കുന്ന ഈ ഒരു പ്രൂഫ് ഓഫ് കപ്പാസിറ്റിയുടെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ് പ്രൂഫ് ഓഫ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൂഫ് ഓഫ് അതോറിറ്റി. പ്രൂഫ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ പാർട്ടിസിപ്പൻസ് കോൾഡ് വാലിഡേറ്റേഴ്സ് ആസ് എ സ്റ്റേക്ക് ഓൺ ദ നെറ്റ്വർക്ക്. അതായത് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, ആർക്കാണോ കൂടുതൽ സ്റ്റേക്ക് ഉള്ളത്, ആർക്കാണോ കൂടുതൽ 100 ഏക്കറിൽ 60 ഏക്കർ ഉള്ളത് അവർക്ക് കൂടുതൽ കിട്ടുക. പക്ഷേ പ്രൂഫ് ഓഫ് അതോറിറ്റി എന്നല്ല. പ്രൂഫ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അതായത് എൻ്റെ അതോറിറ്റി, ഞാനൊരു ആ നെറ്റ്വർക്കിൽ ഞാനൊരു എന്തെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. എൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് എൻ്റെ സ്റ്റേക്കിൻ്റെ വാല്യൂ, അതായത് എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിലുള്ള അധികാരം കൂട്ടുവാണെങ്കിൽ അവിടെ എനിക്ക് വാലിഡേറ്റർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ മന്ത്രിയാണെന്ന് വിചാരിച്ചു, അപ്പം ഞാനൊരു നെറ്റ്വർക്കിൽ കയറി. സോ എൻ്റെ ഐഡൻറ്റിറ്റി വിറ്റ്, എൻ്റെ പെർട്ടിക്കുലർ ഐഡൻറ്റിറ്റി വിറ്റ് ഞാൻ ആ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിൽ എൻ്റെ സ്റ്റേക്ക് കൂട്ടുന്നു. അപ്പോൾ എനിക്ക് വാലിഡേറ്റർ ആവാനുള്ള ചാൻസ് കൂടുന്നു. ഇതാണ് പ്രൂഫ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവ രണ്ടെണ്ണം ഉണ്ട്, PBFTയും അതേപോലെ FBAയും. PBFT ആൻഡ് FBA എന്ന് പറയുന്നത് രണ്ടും നമ്മൾ 3rd മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ബൈസാൻറ്റിയൻ ഫോൾട്ട് ടോളറൻസ് എന്ന് പറയും. അതായത് നമ്മളുടെ ഒരു നെറ്റ്വർക്കിൽ 10 നോഡുണ്ടെന്ന് വിചാരിക്കുക, 10 പേരുണ്ടെന്ന് വിചാരിക്കുക. ഈ 10 പേരിൽ 2 പേര് കള്ളം കാണിക്കുന്നവരാണ്. എങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ചെയിൻ എന്താണ് തകർന്നു പോകാനായിട്ട് പാടില്ല, നമുക്ക് മുന്നോട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിന് വേണ്ടിയുള്ള അതിനാണ് ബൈസാൻറ്റിയൻ ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയുള്ള ഒരു അപ്രോച്ചാണ് പ്രാക്ടിക്കൽ ബൈസാൻറ്റിയൻ ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത്. അതാണ് ബൈസാൻറ്റിയൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഫോൾട്ട് കാണിക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ബൈസാൻറ്റിയൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ ബൈസാൻറ്റിയൻ ഫോൾട്ട് ടോളറൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നോട്ട്സ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ 1-2 പേര് എന്തായിരിക്കും, ഒരു മീൻസ് ഫോൾട്ട് ഉള്ളവരായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു നോഡ് വാലിഡേറ്റർ ആവാനായിട്ട് ഒരു വാല്യൂവിനെ പ്രപ്പോസ് ചെയ്യും. ഓക്കെ, ഈ വാല്യൂ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു, ഇതിങ്ങനെ നിങ്ങൾക്ക് ഓക്കെ ആണോ, എന്നിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യും, മെസ്സേജ് ചെയ്യും, ഓക്കെ എനിക്ക് വാലിഡേറ്റർ ആവണം, ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓക്കെ ആണോ. എന്നിട്ട് ഇതിനകത്തുനിന്ന് മജോറിറ്റി ഓഫ് ആൾക്കാർ അതിനോട് എഗ്രി ചെയ്താൽ ഈ ഒരു നോഡിന് എന്താവാൻ പറ്റും, വാലിഡേറ്റർ ആവാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഇത് ശരിയാണോ, ഇതൊക്കെ ആണോ എന്ന് ഇയാൾ ചോദിക്കുന്നു. അതിനകത്ത് മജോറിറ്റി ഓഫ് ആൾക്കാർ ഓക്കെ പറയുകയാണെങ്കിൽ അയാൾക്ക് വാലിഡേറ്റ് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനെ ഇയാൾക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു ഫോൾട്ട് ടോളറൻറ്റ് ഉണ്ടെങ്കിൽ, മജോറിറ്റി ഓഫ് ആൾക്കാർ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ബാക്കിയുള്ളവർ അതിന് എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ആ ബാക്കിയുള്ള 1-2 പേര് ഫോൾട്ട് ആയിട്ടുള്ള നോട്ട്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഫെഡറേറ്റീവ് കൺസെൻസസ്, ഫെഡറേറ്റീവ് ബൈസാൻറ്റിയൻ കൺസെൻസസ് ഇതെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കുറേ നോട്ട്സ് ഉണ്ട്. ഓക്കെ, ഒരു 3 നോഡിനെ ഞാനൊരു 4 നോഡിനെ ഒരു ബ്ലോക്കിൽ വെച്ചു, ഒരു ഫെഡറേഷൻ എന്നാണ് പറയുന്നത്, ഇതിനെ ഒരു ഫെഡറേഷനിൽ വെച്ചു. അടുത്ത 5 നോട്ട്സിന് അടുത്ത ഫെഡറേഷനിൽ വെച്ചു, എന്നിട്ട് അടുത്ത 2 നോഡിന് അടുത്ത ഫെഡറേഷനിൽ വെച്ചു. അപ്പോൾ ഓരോ നോട്ട്സ്, ഈ ഒരു നെറ്റ്വർക്കിലുള്ള നോട്ട്സിനെല്ലാം ഫെഡറേഷൻസ് ആയിട്ട് തിരിക്കും, ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കും. എന്നിട്ട് ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു വാലിഡേറ്ററിനെ ചൂസ് ചെയ്യും, എന്നിട്ട് അയാളായിരിക്കും വാലിഡേറ്റ് ചെയ്യുന്നത്. സോ ഓരോ നോട്ട്സിനെ ഓരോ ഫെഡറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വാലിഡേറ്റേഴ്സിനെ ചൂസ് ചെയ്ത് അവർ വാലിഡേറ്റ് ചെയ്യും. സോ ഇത് PBFTയേക്കാളും കുറച്ചുകൂടി ബെറ്റർ ടെക്നോളജിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട്സിന് എപ്പോൾ വേണമെങ്കിലും ഈ ഫെഡറേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കയറാം. PBFT എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും അങ്ങനെ ഗ്രൂപ്പൊന്നും ഇല്ല, ഇവിടെ മൾട്ടിപ്പിൾ വാലിഡേറ്റേഴ്സ് ഉള്ളൂ, ഒരു വാലിഡേറ്ററേ അവിടെ ഉള്ളൂ, എല്ലാവരുടെയും കൺസെൻറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഹോപ്പ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.